കയ്യിൽ നിന്ന് 32 രൂപ ചെലവാക്കി ഒരു തെണ്ടിയെ കൊണ്ട് എഴുതിച്ച ബോർഡാണ്. കാശ് പോയോ? അയാളെ കാണുന്നുമില്ല. ഇനി ഇത് ജോൺ ഫെർണാണ്ടസ് എന്ന് തന്നെയാണോ എഴുതിയിരിക്കുന്നത്? ജോൺ ഫെർണാണ്ടസ് ഫ്രം അമേരിക്ക. അങ്ങനെ തന്നെയല്ലേ എഴുതിയിരിക്കുന്നത്? അതെ. വാസുണ്ണപ്പഴ പേര് മാറ്റിയത്? ഒന്നും മാറ്റിയിട്ടില്ല. നീ ഇട്ട് മാറ്റാനും ശ്രമിക്കണ്ട. അല്ല, മാറ്റിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഈ പേര് ഈ ശരീരത്തിനെടുത്ത പൊങ്ങണ്ടേ? നീ എടുക്കാൻ വേണ്ട പൊക്കാൻ വേണ്ട പോടെ. ആരാ വാസുണ്ണ അമേരിക്കന്ന് വരുന്നത്? എന്റെ ആർക്കും അമേരിക്കന്ന് വന്നൂടെ? അതല്ല വാസുണ്ണ. ആരാ വരുന്നേ? എന്റെ മുതലാളി ഒരു സുഹൃത്ത് സായിപ്പ് അമേരിക്കയിൽ നിന്ന് വരുന്നു. എന്താ? അപ്പൊ ഓട്ടം നമുക്ക് തന്നെയല്ലേ? ഓട്ടം നിന്നെ എന്നാ? എന്താ വാസുണ്ണ എന്നോട് പിണക്കം പോലെ? വേണ്ട, നീ കൂടുതൽ പതപ്പിക്കണ്ട. ഇന്നാള് വന്ന് സായിപ്പിന്റെ ഓട്ടം തന്നിട്ട് നീ പുതപ്പിച്ച് കിടത്തിയവനാ. ഒരാഴ്ച കഴിഞ്ഞാ ഞാൻ എഴുന്നേറ്റ് അറിയാം. അയ്യേ, ആ സായിപ്പോ വൃത്തിയേട്ടവൻ. സ്വന്തം കൈകൊണ്ടാ ബീഡി പോലും തെറുത്ത് വലിക്കുന്നത്. സായിപ്പ് സ്വന്തം കൈ കൊണ്ട് ബീഡി ചേർത്ത് വലിച്ചെന്നോ? എടാ മഹാ ടാക്സി, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കള്ളം പറഞ്ഞാൽ നിന്റെ തല ഇടിത്തി വീഴും. അയ്യോ വാസുണ്ണ, ഞാൻ സത്യം പറയണേ. ഇല്ലെങ്കിൽ വാസുണ്ണന്റെ അകത്തൊന്നുമില്ല, ഈ തല പൊട്ടി തെറിച്ചു പോട്ടെ. എന്റെ തല പൊട്ടി തെറിക്കുമോ? സായിപ്പ് മാതാമേ, സായിപ്പ്. എടാ ഉണ്ണിയാ, ബോർഡിംഗ് ബോർഡിംഗ് തരാൻ. Excuse me, are you Mr. John Fernandez from America? No. Then you are Mrs. John Fernandez from America. I'm not John Fernandez. Go, man. I'm sorry. Extremely. നമ്മൾ ഉദ്ദേശിച്ച ആൾക്കാരല്ല. പോയി വണ്ടി തള്ള. Excuse me. സായിപ്പ് മാത്രമുള്ള മതാമല്ലേ? സായിപ്പും മദാമേ സായിപ്പും കുഞ്ഞുങ്ങളും ഉണ്ട്. കോടീശ്വര ഫാമിലിയാ. പക്ഷെ ഈ ട്രിപ്പിന് വേണ്ടി നീ നിന്ന് മഞ്ഞു കൊള്ളണ്ട. നീ നിന്റെ ചടാക്ക് വണ്ടിയിൽ ദരിദ്രവാസികളും കയറ്റിപ്പോ. ഞാൻ പൊക്കോളാം. ഇതും പൊക്കി പിടിച്ചു നിന്നിട്ട് കോടീശ്വര ഫാമിലി കണ്ടില്ലല്ലോ. വരും. എപ്പോ? ഇപ്പൊ. ട്രെയിൻ പോകുന്നു. അയ്യോ. ജോൺ ഫെർണാണ്ടസ്. ജോൺ ഫെർണാണ്ടസ്. അമേരിക്കയിൽ നിന്നുള്ള ഫെർണാണ്ടസ്. കണ്ടില്ലല്ലോ. സോറി. ആളെ കണ്ടില്ലല്ലേ? കോടീശ്വര ഫാമിലി അല്ലേ? ഹെലികോപ്റ്റർ ആയിരിക്കും വരണത്. ബോർഡ് ആകാശത്തേക്ക് പൊക്കി പിടിച്ചത് ഇങ്ങനെ നിന്നോ? നീ വന്ന് ഇടങ്കോലിട്ടപ്പോഴേ എനിക്ക് തോന്നിയ ആള് മിസ്സാകുമെന്ന്. ഈശ്വര, മുതലാളി അറിഞ്ഞ എന്റെ പണി പോകും. ഈശ്വര, മുതലാളി അറിയണേ, ഇയാളുടെ പണി പോണേ. ഹലോ, ആരെ? Yeah, yourself. Watcher Vasu? Yes, sir. Well, I'm... ജോൺ ഫെർണാണ്ടസ്. Yeah, from America. ഇപ്പൊ എങ്ങനെയുണ്ടറാ? ഇത് സായിപ്പാ? എന്താ സംശയമുണ്ടോ? ആഫ്രിക്കയിൽ നിന്ന് വരുന്നതായിരിക്കും. കണ്ടിട്ട് ഈദി അമീനെ പോലെ ഉണ്ട്. ആമിനാണേലും ആഫ്രിക്കൻ കാപ്പിരിയാണേലും ആളെ കിട്ടിയല്ലോ. അല്ല, നീ എന്തിനാ ചുറ്റി കിടക്കുന്നത്? അല്ല, ഓട്ടം. അതിനെന്റെ അനുവാദം വേണോ? ഓടാ, ഓടി തള്ളടാ. Why are you murmuring? അല്ല, ഇയാളെന്തോന്നായി പറഞ്ഞത്? ഈ ചെറ്റ എന്താ പൊറുവർക്കണെന്ന് അദ്ദേഹം ചോദിച്ചതാ. No, sir. I am a ചെറ്റ. He say, I say, അയ്യോ, we say. ഓ, ഇയാൾ എങ്ങനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നേ? I told him that you are looking very smart, sir. Is it? Yeah. Thank you. Most welcome, sir. What's your name? Unni. Uni. Not Unni, Unni. Uni. വെറും ടാക്സി ഡ്രൈവറാ. Only ടാക്സി ഡ്രൈവർ. I see. It's nice. Thank you. Let's go. Oh, please come, sir. എവന്റെ കാറിൽ പോവാനോ? എവൻ ആളത്ര ശരിയല്ല. വേറെ കാർ വരും. അതർ കാർ കം, വി ഗോ ദാറ്റ് കാർ. ഹി വേണ്ട ഗോ. Why can't we go by his car? എന്തൊക്കെയാ പുളുന്താൻ പറയുന്നു? ഒന്നും മനസ്സിലായില്ലേ? വാസുണ്ണൻ കൂടുതൽ സംസാരിക്കണ്ടെന്ന്. എന്റെ കാറിൽ തന്നെ സാറിന് പോയാൽ മതിയെന്ന് അങ്ങനെ പറഞ്ഞു. എനിക്ക് ഇംഗ്ലീഷിൽ അല്പം പിടിപ്പുകളുള്ളത് കൊണ്ട് തൽക്കാലം നീ ജയിച്ചു. ഈ അവിഞ്ഞ സായിപ്പിനെയും കൊണ്ടുള്ള നിന്റെ ആദ്യത്തെ ഒടുക്കത്തെ ഓട്ടമായിരിക്കും ഇത്. പാട്ടല്ല, പൂട്ട്. ഒന്ന് വാവേ പാടാൻ. കംസർ. കംസനോ? ബ്രേക്ക് ഒന്ന് മയത്തി ചവിട്ടിക്കൂടെ? എനിക്ക് സൗകര്യമില്ല. ഗേറ്റ് വർക്ക് വാച്ച്മാൻ. എന്തിനാടേ കൊണകൊണാന്ന് അടിക്കുന്നത്? തുറക്കില്ലേ? ഇതും തുറക്കണോ? ഗേറ്റ് തുറക്കില്ലേ എന്ന് വേഗം. ഓ, എനിക്കറിയാം എങ്ങനെ ഈ തണ്ടയില്ലായ്മ കാണിക്കുന്നു. എവന്റെ വണ്ടി കയറിയപ്പോഴേ എനിക്കിത് തോന്നിയതാ. എരണകെട്ടവൻ, മഹാഭാവി.
ഇങ്ങോട്ട് വാടാ ടാക്സി പിശാചെ. എന്ത് തെമ്മാടിത്തരോടാ പുല്ലേ നീ കാണിച്ചേ? അയ്യോ ചേട്ടൻ കേറിയില്ലേ? ഓടി വന്നേ? അല്ല പറന്നാ വന്നേ. അതാ ഞാൻ നോക്കിയപ്പോ കാണഞ്ഞേ. മതി മതി നിന്റെ സേവനം. വേറെ സ്ഥലം വിടാൻ നോക്ക്. തലമിടണം വേണ്ടെന്നൊക്കെ സായിപ്പ് പറയട്ടെ. സായിപ്പാര് നിന്റെ അച്ഛനോ? കുറെ നേരം ഞാൻ ശ്രമിക്കുന്നു. തന്റെ സാഹിബിനെ കൊത്തിക്കൊണ്ട് ഞാൻ പറക്കാനൊന്നും പോണില്ല. ഇവിടെ വരെ ഓടിയന്റെ ദുട്ട് തന്നെ പൊക്കോളാം. എത്രയാ നിന്റെ തുട്ട്? 120. 120 രൂപയോ? ആ. ഈ ചക്കട വണ്ടി കയറി ഇത്ര വരെ വന്നതിന് നീ എനിക്കിങ്ങോട്ട് കാശ് തരണം. കാശ് മാത്രമല്ല തരാൻ ഞാൻ. അടിക്കാൻ പോണോ? അടിയടാ നീ, അടിയടാ നീ. What's the matter? ഓ ഈ പണ്ടാരം എന്തിനാ ഇംഗ്ലീഷ് കുരയ്ക്കുന്നേ? നീ എങ്ങോട്ട് വരണം? ഞാൻ നീ ഇവിടെ ഇരുടാ. ഞാൻ പോവില്ല. എന്തോ നീ നോക്കുന്നത്? പച്ചപ്പുല്ല് കണ്ടിട്ടില്ല. മതി മതി നോക്കിയിട്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഈ തെണ്ടിയുടെ വണ്ടി കയറണ്ടെന്ന് കേട്ടോ. പാഴ. ഓ ഈ ക്ലാപ്പിന് മലയാളം അറിയത്തില്ലല്ലോ. താൻ എന്നെ തല്ലണ്ട, ഞാൻ തല്ലിക്കോളാം. സാർ നീ മിണ്ടരുത്. 250 rupees ടാക്സി ചാർജ്. പറ്റിക്കൽ കള്ളത്തരം പറഞ്ഞ് കാശടിച്ചെടുക്കാൻ നോക്കിയണ്ടല്ലോ. ഞാൻ ആകെ 120 രൂപയിലെ ചോദിച്ചോളൂ. എടാ എന്റെ മുതലാളിയുടെ ബംഗ്ലാവ്, എന്റെ മുതലാളിയുടെ ഫ്രണ്ടായ കരിമാട സായിപ്പ് ഞാൻ തട്ടിക്കും വെട്ടിക്കും. അതെന്റെ മിടുക്ക്. അത് ചോദിക്കാൻ നീ ആരാ തെണ്ടി? അങ്ങനെ എന്റെ പേര് പറഞ്ഞ് കാശടിച്ച് താൻ എടുക്കാനോ നോക്കണ്ട, മനസ്സിലായോ? സാർ ആക്ച്വലി ഐ ആസ്ക്ഡ് ഹിം 120 rupees only. ദാറ്റ് മീൻസ് 120 രൂപ അല്ലേ? സാറ് മലയാളിയാണല്ലേ? പിന്നെ കോട്ടയത്തുകാരൻ ഫെർണാണ്ടസിന്റെ മോൻ അമേരിക്കയിൽ പോയ മലയാളി അല്ലാണ്ടാവൂ. ആകോ വാസു? പ്ലാറ്റ്ഫോറത്തിൽ വെച്ച് എനിക്ക് കണ്ടപ്പോ മനസ്സിലായി സാറ് മലയാളിയാണ്. ഓ. അത് തെളിയിക്കാൻ വേണ്ടി ഞാൻ അവിടെ നിന്ന് ഇവിടം വരെ ഓരോ നമ്പറുകൾ ഇറക്കി വരികയായിരുന്നു. പക്ഷെ സാറ് മനഃപൂർവ്വം പിടിയൊന്നുമില്ല. ഇപ്പൊ പൊളിഞ്ഞ് കംപ്ലീറ്റ് പൊളിഞ്ഞ്. ഇനി കിടന്നുരുളണ്ട. താൻ പ്ലാറ്റ്ഫോറത്തെ വെച്ച് എന്നെ കണ്ട് മുഖം ചൊളിച്ചപ്പോഴേ ഞാൻ കരുതി താൻ തരികിടയാണെന്ന്. കാപ്പൻ, കാട്ടുമാക്കൻ, കരിമാടൻ, പിന്നെന്താ ഉളുന്താൻ. പുളുന്താൻ. എത്രത്തോളം പോകുന്നു അറിയാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അപ്പൊ സാർ എന്നെ അളക്കുമായിരുന്നല്ലോ. That's John Fernandez. ആറ്റിക്കളഞ്ഞാലോ അളന്ന് കളയണമെന്നല്ലോ കാരണവന്മാർ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഈ 120 എന്ന് പറയുന്നത് 250 ആകുമെന്ന് ഞാൻ കരുതിയില്ല. ഒരു 150 വരെയൊക്കെ ആകാം അല്ലേ ഉണ്ണി? അതെ അറിയാതെ ഒരബദ്ധം പറ്റിപ്പോയതാ. ആ. മിസ്റ്റേക്ക്. സോറി. കഷ്ടപ്പെട്ട് ഇംഗ്ലീഷ് ഒന്നും പറയണ്ട. നോ പോയ പെട്ടിയൊക്കെ എടുത്ത് അകത്ത് നോക്കണോ. ഒപ്പിട്ടില്ല. ഗോ മാൻ. നീങ്ങി വാ. Well done, Mr. Unni. I appreciate you. ഈ സത്യസന്ധത, സ്മാർട്ട്നെസ്, ബോൾഡ്നെസ്. താങ്ക് യു സാർ. I am impressed. ഞാൻ ഇവിടുന്ന് പോകുന്നവരെ നീ ആയിരിക്കും എന്റെ ഗൈഡ്. ആയിക്കൂടെ? മോസ്റ്റ് വെൽക്കം സാർ. എപ്പോഴാന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. ഞാനൊരു 7 മണി വരെ ടാക്സി സ്റ്റാൻഡിൽ ഉണ്ടാവും. ആ. പിന്നെ അത് കഴിഞ്ഞ് സ്റ്റുഡിയോയിൽ ഉണ്ടാവും. സ്വന്തം സ്റ്റുഡിയോ? സ്വന്തമൊന്നുമല്ല, കുരിയച്ചെന്ന് പറഞ്ഞ ഒരാളുടെ. പുള്ളിക്കാരന്റെ ടാക്സി. അത് ശരി. എന്റെ വെപ്പും കൂടി തീറ്റൊക്കെ അവിടെ തന്നെയാ. ഓ. വാസൊന്നും അറിയാം. ഓ അപ്പൊ താൻ ഡ്രൈവറാ? അതെ. അങ്ങനെ തോന്നിയില്ല കേട്ടാ. ഊട്ടിയല്ലേ സാർ, ടൂറിസ്റ്റുകളെ അട്രാക്ട് ഇത് വെച്ചോ. എന്റെ ചേഞ്ച് ഉണ്ടാവും വഴിയില്ല. വെച്ചോളൂ, ഇനി വരുന്ന ഓട്ടത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാലോ. ഉവ്വ്. ആ. ഇങ്ങ ആരും ഇല്ലയാ? ഇവിടെ ആരും ഇല്ലെന്ന്. ഇവിടെ തലവനായ മോനാളി എങ്ങോട്ട് പോയി? മേരിക്കുട്ടി. ആരാ വിളിച്ചത്? ഇതവളാ പൂവത്തിങ്കൽ മൂരിക്കുട്ടി. വീണ്ടും എന്റെ മേക്കിട്ട് കയറാൻ ഇറങ്ങിയിരിക്കുക. ഇന്ന് ഞാൻ അവളെ വെറുതെ ഇവിടുന്ന് പ്രശ്നം ഒതുക്കുന്നില്ല. ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ രക്ഷിക്കണം. എങ്ങനെ? ഒന്നും വേണ്ട, നിങ്ങൾ വെറുതെ ഇരുന്ന് തന്നാ മതി. ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം. ആണുങ്ങളായ ചുണ വേണം. അകത്ത് കയറിയിരിക്കാതെ ധൈര്യം ഉണ്ടെങ്കിൽ വെളി പാടും. രാവിലെ സുഖമായിട്ടിരിക്കാന്ന് വെച്ചാൽ കയറി വരുമല്ലോ പിച്ചക്കാരി. പൂവത്തിങ്കൽ മത്തായച്ചന്റെ മകൾ മേരിക്കുട്ടിയെ പിച്ചക്കാരി എന്ന് വിളിച്ചവൻ ആരാ? ഉയ്യോ, എന്നെ യാതൊരു മാറാതെ. അപ്പൊ ഞാൻ കേട്ടത് നേരാണേ. സ്റ്റുഡിയോയിൽ ആരുമില്ലാത്ത സമയത്ത് കണ്ട പെണ്ണുങ്ങളെ കയറ്റുമെന്ന് കേട്ടപ്പോ ഞാൻ വിശ്വസിച്ചില്ല. കണ്ടപ്പോ വിശ്വാസമായല്ലോ. ഞാൻ കയറ്റുകയും ചെയ്യും ഇറക്കുകയും ചെയ്യും. അത് ചോദിക്കുക ഏത് തണ്ടിക്ക് അവകാശം? ഇത്രയും നാൾ ഭാര്യയായി തന്റെ കൂടെ കഴിഞ്ഞ എന്നെ തെണ്ടിന്ന് വിളിച്ചാൽ മണ്ടടിച്ചു പൊട്ടിക്കും ഞാൻ. കൈ കൊണ്ട് സംസാരിക്കരുത്. നിന്റെ തന്തയോട് പറയണം മേലിൽ ഇവിടെ കയറരുത്. ഞാൻ നിന്നെ ഡൈവോഴ്സ് ചെയ്തിരിക്കുന്നു. അല്ലെങ്കിൽ ഇവിടെ ഇരിക്കാനെ ആർക്ക് വേണം? ഇയാളൊന്ന് വിട്ടു കിട്ടി അവിടെ ക്യൂ നിൽക്കും ചെറുപ്പക്കാർ. നീ പോടി അവന്റെയൊക്കെ കൂടെ. നീ ഒരാൾ പോയാൽ എനിക്ക് 2 പേരുണ്ട്. ഇടവും വലവും. ഉണ്ണീശോയെ, എന്നാ ഞാൻ ഈ കേൾക്കുന്നത്? 10,000 സത്യക്രിസ്ത്യാനിയാണേ ഞാൻ. ഇത് എന്നെ ഡൈവോഴ്സ് ചെയ്യാൻ പോന്നേ ഉള്ളൂ. അതുവരെ എന്നെ കെട്ടിയാൻ അറിയാവോ? ഞാൻ നിന്റെ കെട്ടിയവനല്ല. ഇതൊരു ബിസിനസ് സ്ഥാപനമാണ്. ഇവിടെ അടിക്കടി ഒന്ന് ബുദ്ധിമുട്ടിക്കരുത്. ഇടി ഇറങ്ങേണ്ടി വെളിയിൽ. ഇടി ഇറങ്ങാൻ വെളിയില്ലേ? എടാ കുര്യച്ച, നീ ചെവിന്നുള്ളിക്കോ. ഇതിന് നീ അനുഭവിക്കണോ? നീ അനുഭവിക്കും കണ്ടോ? ഞാൻ അനുഭവിച്ചോളാടി. എന്നാലും നിന്റെ വീട്ടിൽ ഓട്ട കഞ്ഞി നക്ക എന്നെ കിട്ടില്ല. കുര്യച്ചൻ ഇങ്ങോട്ട് വന്നേ. സാരമില്ല കേട്ടോ. ബാറ്ററി മാറ്റാണ്ട് പറ്റില്ലെന്ന് കുരിയച്ചനോട് ഞാൻ 1000 വട്ടം പറഞ്ഞ. തണുപ്പത് തള്ളി തള്ളി മനുഷ്യന്റെ കൈ കഴിഞ്ഞു. എവിടെ കാറല്ല. തമ്പുരാനെ തപ്പി ഞാൻ ടാക്സി സ്റ്റാൻഡിൽ പോയിരുന്നേ. എന്താ എന്റെയൊക്കെ ഒരു യോഗ. നിനക്ക് കൈവശത്തിന്റെ പരിപാടി ഉണ്ടോ? ആ കാര്യം പറയടോ. പുളുന്താനെ കറക്കി കയ്യിലെടുത്തില്ലേ? അങ്ങോട്ട് ചെല്ലാൻ അയക്ക് വിസ്കി മേടിക്കണമെന്ന്. നിന്റെ കൂടെ നടിച്ചാലേ തൊള്ളേ കൂടെ ഇറങ്ങുന്നു. എന്തൊരു സ്നേഹം. വിശ്വസ്തനായ ഡ്രൈവറല്ലേ ചെല്ല്. അതായിരിക്കില്ല, വാസുവണ്ണം പാരയാണെന്നേ വന്നപ്പോഴേ അയാൾക്ക് മനസ്സിലായി കാണും. നീ പോണം. ദേ സാധനങ്ങളുടെ ലിസ്റ്റ് സഞ്ചി.
ഇതും കൂടെ വാങ്ങിച്ചോണ്ട് അങ്ങോട്ട് വരാവേ. ഞാൻ വെട്ടിപ്പാരനാണല്ലോ. നീ നോക്കിക്കോടാ, നിനക്കിട്ട് 2 കിണ്ണി ഞാൻ കിണ്ണുന്നുണ്ട്. വാ കിണ്ണിക്കാം. പാലവാസ ബംഗ്ലാവിലേക്കാ? അല്ല, ചതൽപുറ്റിലേക്ക്. എന്നിട്ട് നിന്റെ അച്ഛൻ ഇവിടെ പോയി. അമ്മയും പറക്കമുറ്റാത്ത 3-4 പിള്ളേരെയും പ്രീ ഡിഗ്രിക്കാരന്റെ കൈ പിടിച്ചേൽപ്പിച്ചിട്ട് നീ വേണം ഇവരെ നോക്കാൻ എന്നും പറഞ്ഞ് പുള്ളിക്കാരൻ പോയി. എങ്ങോട്ടാ? മേളിലോട്ട്. ഓ ഐ സീ. ഡിഗ്രി എടുത്തിട്ട് അച്ഛന്റെ സൂപ്രണ്ട് ജോലി കിട്ടൂന്നും പറഞ്ഞു വന്നതാ ഊട്ടിയില്. കിട്ടിയില്ല എന്ന് കരുതി ഉണ്ണിക്കാനെ തോറ്റ് മടങ്ങാൻ പറ്റുമോ സാറേ? അച്ഛനും അടുത്ത് വാക്ക് പാലിക്കാൻ പറ്റിയില്ലെങ്കിൽ ആ ആത്മാവനോട് പൊറുക്കോ സാറേ? എന്നോട് പൊറുക്കോ സാറേ? കല്യാണം കഴിച്ചാണോ? കല്യാണോ? പ്രായമായില്ലേ? ഇനി 2 കെട്ടിച്ചയക്കണം സാറേ. അവരെയും കൂടി കെട്ടിച്ചു കഴിഞ്ഞ് പൂമനക്കാരുടെ കടവും കൂടി വീട്ടിയ ഉണ്ണി സ്വസ്ഥം. പിന്നെ സ്വന്തമായിട്ടൊരു ടാക്സി, സ്വന്തമായിട്ടൊരു പെണ്ണ. അല്ല സാറെന്താ ഫാമിലി ഒന്നും കൊണ്ടുവരാത്ത? ആരുടെ ഫാമിലി? സാറിന്റെ ഫാമിലി, ഭാര്യയും കുട്ടികളും. എന്താ ചിരിക്കണേ? ഒന്നുമില്ലടാ. അപ്പൊ ഫ്രീ ഫ്രീ. ഒറ്റയാൻ തടി. പോണോന്ന് തോന്നുമ്പോ പോവാം, വരണമെന്ന് തോന്നുമ്പോ വരാം. That's it. ബന്ധക്കാരും സ്വന്തക്കാരൊക്കെ ഉണ്ടാവില്ലല്ലേ? ഉണ്ടോന്ന് ചോദിച്ചാ ഒരുപാട് പേരുണ്ട്. ഇല്ലേന്ന് ചോദിച്ചാ ആരുമില്ല. I'm alone. അത് പോരാ സാർ. വയസ്സാം കാലത്ത് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു തരാൻ ഒരാൾ വേണം. വെറുതെ വെള്ളം എടുത്തു തരാൻ ഒത്തിരി ആളുകൾ ഉണ്ടാവും. ഞാൻ പറഞ്ഞ അതല്ല, സ്നേഹത്തോടെ അവകാശത്തോടെ എടുത്തു തരാൻ ഒരാൾ വേണം. ഐ മീൻ വൈഫ്. ഓ, ഈ പ്രായത്തിൽ നീ എനിക്കാൾ പെണ്ണ് തരാൻ? ആര് പറഞ്ഞു സാറിന് പ്രായം എന്ന്? യു ലുക്ക് സ്മാർട്ട് ആൻഡ് യങ്. സാറിന് ഇപ്പൊ ഒരു പെണ്ണ് വേണം, അത്രയല്ലേ ഉള്ളൂ. അത് ഞാൻ എടാ ഞാൻ സാർ ഒന്നും പറയണ്ട. ഇത് അന്വേഷിക്കാൻ പറ്റിയ ഒരാള് എന്റെ കസ്റ്റഡിയിൽ ഉണ്ടെന്ന്. സാർ മുട്ടപൊരിയൽ. അതാണോ അയാളുടെ പേര്? അല്ല, ഞാൻ ഈ കൊണ്ടുവന്ന സാധനത്തിന്റെ പേരാ. ഓ. തിന്നണ സാർ. You won't drink? സാർ സർവൻസിനെ എന്റർടൈൻ ചെയ്ത് സാർ വളരെ ചീപ്പാവരുത്. ഇയാൾക്കുള്ള സ്ഥലം അടുക്കള. Go, man. It's all right. Take it easy. ഈസി. Come on. വേണ്ട സാർ, കള്ളന്മാരൊക്കെ ഉള്ള സ്ഥലം. ഇയാൾ എവിടെയെങ്കിലും അടിച്ച് വീലായി കിടന്ന ആനെ കുത്തി കൊന്ന പോലെ അറിയില്ല സാർ. ആന കുത്തി കൊന്ന പോലെ അറിയില്ല. കൊല്ലുവോ? ആ കൊല്ലും. Just a minute. Just a minute for 5 minutes. Go. Just a minute. ദാ, നിനക്ക് ഗുമ്മാൻ കിട്ടിയത് ഗുമ്മിയാ പോരെ, ബാക്കിയുള്ളവന്റെ പിച്ചച്ചട്ടി കൈട്ട് പറഞ്ഞോടാ. വാരൂടോ വാരും. താൻ എന്റെ റേഡിയേറ്ററിനകത്ത് ഉപ്പ് വാരിയാൻ ശ്രമിക്കുന്നവനല്ലോ. You shut up. വട്ടായോ? നീയല്ലേ എന്റെ ഡയാനെ കൊന്നേ? ഡയാന? ഏത് ഡയാന? അറിയില്ലല്ലേ? നിനക്കറിയില്ലല്ലേ? ഇവൻ അറിയാം സാർ, ഇവൻ തന്നെയാണ് ഡയാനെ കൊന്നത്. തമാശ പറയല്ലേ മാസം? തോക്ക കയ്യിലിരിക്കും. കാഞ്ചി വലിക്ക് സാർ. ഡയാനെ മാത്രമല്ല, ഇവൻ കൊന്നിട്ടുള്ള എല്ലാ പെണ്ണുങ്ങളെ എനിക്കറിയാം. അപ്പൊ നിനക്ക് നീ പങ്കുണ്ടല്ലേ? അയ്യോ, എനിക്ക് പങ്കൊന്നുമില്ല. എന്നെ ഡയാനെ കൊന്ന ഒരുത്തരം ഞാൻ വെറുതെ വിടില്ല. I will shoot. ഇടയ്ക്കൊക്കെ ഒന്ന് പെട്രോൾ പമ്പ് വഴി പോ. അതൊരു വീഡിയോ ഏരിയയിലെന്താ വായുല്ലേ? എന്തൊരു സ്പീഡത് അണ്ണേ. ഒരു ടീ. சீக்கிரம் கழட்டி போடுங்கடா. வந்து எவ்வளவு நேரம் வச்சு தெரியுமா? இப்ப முடிஞ்சோண்ணே. முடிக்கல. அண்ணனுக்கு சீக்கிரம் போட்டு கொடுங்கடா. ரூல் சவாரி தானே கிடைச்சிருக்கு. നിന്റെ ഒക്കെ ഒരു യോഗം. കോടികൾ ആസ്തിയുള്ള ഒറ്റ കൊമ്പനല്ലേ ഒത്തു കിട്ടിയേക്കണേ. നല്ല യോഗ. ആനച്ചോറപ്പഴ കൊലച്ചോറാവണെന്ന് അറിയില്ല. മതം പൊട്ടിയ തോക്കെടുക്കുന്ന ജാതിയാ. എന്നാ ഇത്? ഉണ്ണി ഒന്ന് വെറുതെ അയാളും. അയ്യോ സാറ്,
നീ ഇവിടെ എന്ത് ചെയ്യായിരുന്നു? ഇരിക്കായിരുന്നു. അപ്പൊ അറിയാണ്ട് മൂത്രം ഒഴിച്ച്. നിനക്ക് വല്ല അസുഖമുണ്ടോ? എന്താ? അല്ല, അറിയാണ്ട് മൂത്രം ഒഴിച്ച്. അല്ല, സന്തോഷം വന്നപ്പോ ഒരു മൂത്രം. നീ വന്ന് വളരെ സീരിയസ് ആയിട്ട് കാര്യം അതെ, പറയാണ്. നമ്മൾ തമ്മിൽ ശരിയാവൂല. നമ്മൾ തമ്മിൽ എന്താ ശരിയാവൂല. കാര്യം? ഏയ് ശരിയാവൂല. കാര്യം എന്നാ നിനക്ക് പറഞ്ഞൂടെ? എന്റെ സാറേ, ആ തോക്കിന്ന് വന്ന ഉണ്ടെങ്ങാൻ ഇന്നലെ എന്റെ ദേഹത്ത് കൊണ്ടിരുന്നുണ്ടല്ലോ. അത് ഇന്നലെ ഒരു അബദ്ധം പറ്റിപ്പോയി. ഐ എം സോറി, റിയലി സോറി. പറയട്ടെ. ഏയ് അത് വേണ്ട, നമ്മൾ തമ്മിൽ ശരിയാവില്ല. നമ്മൾ തമ്മിൽ ശരിയാവില്ല. വേണ്ട വേണ്ട സോറി പറഞ്ഞാ പിന്നൊന്നും പറയരുത്. അതാണ് മാനേജ്. ഇത് വന്നേ, വാ. ഞാൻ സാധാരണയായിട്ട് 2 ലാർജാ കഴിക്കാറ്. ഇത് സന്തോഷിച്ചിട്ട് കൂടി പോയതുകൊണ്ട് എണ്ണ അങ്ങ് മറന്നുപോയി. കൂടുതൽ കഴിച്ചിരിക്കുമ്പോ കൊല്ലുക, കൊലപാതകം എന്നൊക്കെ കേട്ടാ എനിക്ക് പ്രാന്ത. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാ. ഇല്ലെങ്കിൽ ഇന്നലെ എന്റെ എണ്ണം പറഞ്ഞനെ. ആരാ സാറേ ഡയാന? അത് വിട്. ഇവിടെ ഇവിടെ വാ. ഈ കറവെന്നെ കൊണ്ട് നടക്കാം സാറ്. നീ ഇന്നലെ ഒരു പ്രപ്പോസലിനെ കുറിച്ച് പറഞ്ഞില്ലേ? ഏത് പ്രപ്പോസല്? ഞാനോ? എനിക്കൊരു പെണ്ണിനെ കാണുന്ന കാര്യം. അത് ഞാൻ ഒരു തമാശക്ക് അപ്പുറത്ത് മൂടി. നോ, ഐ ആം സീരിയസ്. ഞാൻ വളരെ അധികം ആലോചിച്ചു. നീ പറഞ്ഞ ശരിയാ. വയസ്സുകാലത്ത് ഒരു ചായെങ്കിലും എടുത്ത് തരാൻ ഒരാൾ കൂട്ട് വേണ്ടേ? അത് അന്വേഷിക്കാൻ പറ്റിയ ആരോ നിന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. സാർ, തന്നെയൊക്കെ ആരാടോ വാച്ചറായിട്ട് നിയമിച്ചത്? അതെന്താ സാർ? വല്ല കള്ളന്മാരും വന്നാ ഓടിച്ചിട്ട് പിടിക്കുന്നു വന്നാ എന്ത് ചെയ്യടോ? ഞാനുള്ളിടത്ത് അങ്ങനെ കള്ളന്മാരൊന്നും കറി വിലസൂല സാറേ. വർഗബോധം കൊണ്ടായിരിക്കും. അത് തന്നെ. അതുകൊണ്ടൊന്നല്ല സാറേ. പിന്നെ എന്റെ വിസിലിന്റെ ശബ്ദം കേട്ടാ പിന്നെ. എന്റെ വിസിലിന്റെ ശബ്ദമൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. എടുക്കട്ടാ സാറേ? എന്താന്ന്? ബൂസ്റ്റ്. ഇയാളെ എന്തോടോ? മുറി പോയി സാർ. ദിവസമായിരുന്നല്ലോ. ഇപ്പൊ മുറിയതാ. ഞാൻ കടയിൽ കൊണ്ടുപോയി തുറന്നേച്ച് വരാം. നീ മറുപടി ഒന്നും പറഞ്ഞില്ല. അന്വേഷിക്കാൻ പറ്റിയ ആളുണ്ടോ? ആളുണ്ട്. എന്റെ ഫ്രണ്ടാ മുസ്തഫ. അസല് ഫോട്ടോഗ്രാഫറാ. ഈ ഏരിയയിൽ അവൻ അറിയാത്ത പെൺപിള്ളേര് കുറവാ. ഒരു 100 കണക്കിന് ഫോട്ടോകൾ അവന്റെ കാണും. ഈ കല്യാണത്തിന് കർമാദികൾക്ക് പോകുമ്പോ എടുക്കുന്നതാ. അവന്റെ കളക്ഷനിൽ നിന്ന് പെൺപിള്ളേരെ സെലക്ട് ചെയ്തിട്ടുള്ള പലരും ഉണ്ട്. എന്തായാലും നമുക്ക് സാറിന് പറ്റിയ ഒരെണ്ണത്തിന് അധികം തപ്പിയെടുക്കാം. ആളെ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ നിനക്ക് എന്റെ വക ഒരു പ്രസന്റേഷൻ. തോക്കായിരിക്കും. ജെനുവിൻ പ്രസന്റേഷൻ. ഓക്കെ. എന്തിയുടെ ബൂസ്റ്റ്? ഫ്ലാസ്ക് പൊട്ടി. റേറ്റ് ഇത്തിരി കൂടിയാലും ക്വാളിറ്റി ഒട്ടും പ്രതീക്ഷിക്കണ്ട. ഫോട്ടോഗ്രാഫി രംഗത്ത് 50 വർഷത്തെ സേവന പാരമ്പര്യമുള്ളവരാണ് മേരി മാതാ സ്റ്റുഡിയോസ്. ഊട്ടിയിലെന്നല്ല, ഏത് കാട്ടിലും ചോദിച്ചാലും ഞങ്ങളെ പറ്റി പറയും. എന്തിനാ ഫോണിൽ സംസാരിക്കുന്നത്? നമുക്ക് നേരിട്ട് കാണാമല്ലോ. ശരി. നമസ്കാരം. 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 കഴിഞ്ഞ ബുധനാഴ്ച YMC ഹാളിൽ കല്യാണ ഫോട്ടോ എടുക്കാൻ വന്നത് നിങ്ങളല്ലേ? അതെ. ഒരു സമ്മാനം കൊണ്ട് വന്നതാ. അയ്യോ, ഞങ്ങൾ ഞങ്ങളുടെ പണി ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നു. അതിന് നിങ്ങളൊക്കെ സമ്മാനമായിട്ട് വന്നാ വലഞ്ഞു പോകത്തേ ഉള്ളൂ. ഇത് കല്യാണ ആൽബം അല്ലേ? അതെ, തുറന്നു നോക്കിയാട്ടെ. ഒക്കെ നല്ല മിടുക്കി കുട്ടികളാണല്ലോ. ആരാണ് ഇവരൊക്കെ? അതാ ഞങ്ങൾക്കും അറിയേണ്ടത്. ഇവരൊക്കെ ആരാ? അത് കൊള്ളാം. നിങ്ങളുടെ ബന്ധുക്കളെ നിങ്ങൾ എന്നെ തിരിച്ചറിയില്ലെന്ന് വെച്ചാ? ഞങ്ങൾക്കും അറിയില്ലെന്ന്. അതുകൊണ്ടല്ലേ ചോദിച്ചത്. എന്തൊക്കെയായാലും സുന്ദരിമാരായി. ഇതാണ് മേരി മാതാവിന്റെ പ്രത്യേകത. ഏത് വിരൂപര ഫോട്ടോ എടുത്താലും കാണാൻ സുന്ദരന്മാരായിരിക്കും. കണ്ണുപൊട്ടന്മാരെ ഫോട്ടോ എടുത്താൽ കാഴ്ചയുള്ളവരായിട്ട് തോന്നും. എന്തിന്? പിച്ചക്കാരെ ഫോട്ടോ എടുത്താൽ സാറിനെ പോലെ ഇരിക്കും. 3000 രൂപ ഒന്ന് ഫോട്ടോ എടുപ്പിച്ചാണ്. ഇത് പെണ്ണിന്റെ ചെറുക്കന്റെ ഒരു ഫോട്ടോ കാണിച്ചു തരാവും. തരാമല്ലോ. ഇതാ കണ്ടോ, ഒത്തുചേരന്റെ കൈകോർക്കൽ. എന്തൊരു ഭാവനാ സമ്പന്നം. ഒരു ഫോട്ടോയിൽ പോലും കല്യാണ പെണ്ണിന്റെ മുഖമില്ല, ചെറുക്കന്റെ മുഖമില്ല. ആര് പറഞ്ഞില്ലെന്ന്? ഞാൻ കാണിച്ചു തരാം. ഇതാ കണ്ടോ, മുല്ലപ്പൂ ചൂടിയ പിൻഭാഗം തലയുടെ. ഈ പിൻഭാഗത്തിനുണ്ടൊരു സൗന്ദര്യം. ഇതാ മിന്നിന്റെ ക്ലോസപ്പ്, മനോഹരമായ ചെവിയുടെ ക്ലോസപ്പ്. ഇത്രയൊക്കെ ആയ പിന്നെ എന്തിനു മുഖം? ഇത് കലാപരമല്ലേ? ഇതാണ് ഞങ്ങളുടെ പ്രത്യേകത. നിന്റെ ഒരു കലാപരം. സത്യമായിട്ട് എടുത്തത് ഞാനല്ല. എന്നെ മുസ്തഫ. ഞാൻ പാവമാണ്. മുസ്തഫയാണ് ഞാൻ പറയുന്നു. മുസ്തഫ. ഹലോ. അടിക്കാൻ വരുമ്പോ പഞ്ചാര അടിക്കാൻ കൊല്ലം. അയ്യോ
സൈക്കിൾ കിട്ടി മുസ്തഫ Don't worry, മുസ്തഫ ഒരു സംസ്ഥാന സമ്മേളനത്തിലുള്ള ആൾക്കാർ പുറകെ വരുന്നുണ്ട് ഉള്ളി ചാടിക്കാറ് വണ്ടി സാർ ഞാൻ വണ്ടിയിലാ പോയത് എക്സ്ക്യൂസ് മീ, ഞാനൊരു സത്യം പറഞ്ഞ സാർ എന്നെ ഇവിടുന്ന് ഗെറ്റ് ഔട്ട് അടിക്കരുത്. അങ്ങേ പോലെ ഇത്രയും വലിയൊരു മനസ്സുള്ള മനുഷ്യനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അല്ലേ എവിടെ ഇങ്ങനെയുള്ള ഒരാളെ ഈ ജീവിതത്തിൽ നമ്മൾ പരിചയപ്പെട്ടില്ലെങ്കിൽ അത് നഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ടല്ലേ ഞാൻ നിന്നെ കൊണ്ട് ഇങ്ങോട്ട് തന്നെ വന്നത്, അല്ലേ സാറേ? ഞാനതെ ആ. നിങ്ങളെ പോലെ സ്നേഹമുള്ളവരെ ആദ്യമായിട്ട് കാണുക. ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ്. താങ്ക് യു. എന്റെ വക ഒരു താങ്ക് യു. എല്ലാം കൂടെ ഞാൻ താങ്ങൂ. താങ്ങണം. സാറിന് എനിക്ക് കൊടുക്കട്ടെ, ഇപ്പൊ തന്നെ അളവ് കൂടുതലാ. സാർ എടാ എന്തിനാ പറയുന്നേക്ക് പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല. സാറിന്റെ എല്ലാ പ്രശ്നം ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ലേ സാർ? വേണ്ട നെല്ലോട് പറഞ്ഞേ വാസം ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി കുടിക്കരുത്. സ്റ്റോപ്പ് ഇറ്റ് മാൻ. തിന്നാ ഉണ്ടാക്കും. പോ പോ പോ. കാല് വടക്ക് വേടാത്ത വാസു അണ്ണൻ ഡാഡി ഫെലോ. ഞാനോ? വാസു വാസണ്ണൻ പാവല്ലേ സാറേ? കാര്യം ആള് ചറ്റയാണെങ്കിലും ഇപ്പൊ പറഞ്ഞതില് കാര്യമുണ്ട്. സാറേ ഞാൻ അങ്ങനെ കുടിക്കരുത്, അത് നല്ലതല്ല. നല്ലതും ചീത്തയും നോക്കേണ്ട കാര്യമില്ല. നമുക്ക് ആവശ്യമുള്ളെല്ലാം കുടിക്കണം, പക്ഷെ കൺട്രോൾ വേണം. എനിക്ക് നല്ല കൺട്രോൾ അല്ലേ. ഡോണ്ട് വറി, നോ പ്രോബ്ലം. ഞാൻ പറഞ്ഞില്ലേ നോ പ്രോബ്ലം. നീ ഇതിന്റെ ഉള്ളിൽ അടങ്ങൂല ഇടണ്ടേ? അകത്ത് പോയി അയാളോട് എന്തെങ്കിലും കടിച്ചു പറയാൻ തരാൻ പറ. ചെല്ലുണ്ണേ. ഇനി കൊടുത്ത പ്രശ്നം ഒരു പ്രശ്നമില്ല, നീ പോ. ഞാൻ പോവല്ലേ? സാറ അവനൊരു പാവാ. എന്നെ പോലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള ചങ്കുറ്റ അവനില്ല. സാറ് നോക്കിക്കോ, നാളെ ഞങ്ങൾ കാണിക്കാൻ പോണ പെണ്ണ് സാറിന്റെ ലൈഫിൽ ഒരു സന്തോഷത്തിന്റെ ചന്ദനക്കുടം മഹോത്സവമായിരിക്കും. അതെനിക്ക് ഉറപ്പാ. എന്ത് മഹോത്സവം? ചന്ദനക്കുടം മഹോത്സവം. വാസോണ അപ്പുറത്ത് കടിച്ചു പറിക്കാൻ എന്തെങ്കിലും കൊണ്ടേ കൊടുക്ക് വേഗം. പുറവശത്ത് പട്ടി കിടപ്പുണ്ട്, പിടിച്ചോണ്ട് കൂടെ കടിച്ച് പറിക്കട്ടെ. ഒരു പട്ടിക്ക് വേറൊരു പട്ടിയെ കണ്ടുകൂടാന്ന് പറഞ്ഞാൽ ശരിയല്ലേ? അതെടാ, അയക്ക് പെണ്ണിനെ സെറ്റപ്പ് ചെയ്ത് കൊടുത്തിട്ട് സമ്മാനം തട്ടിയെടുക്കാൻ വേണ്ടി കൂട്ടുകളെയും കൂട്ടിക്കൊണ്ടൊന്ന് സോഡാ പൊട്ടിച്ച് രസിക്കാണല്ലടാ. രണ്ടെണ്ണത്തിനെയും പരിപാടി ഞാൻ പൊട്ടിച്ച് കൈ തന്നില്ലെങ്കിൽ എന്നെ എന്ന് വിളിച്ചോ. ചേട്ടൻ പട്ടിയാ? അതേടാ, വെറും പട്ടിയല്ല, പേപ്പട്ടി. നിന്നെയൊക്കെ കടിച്ചിടാമെന്ന പേപ്പട്ടി. ഇത്രേ ഉള്ളൂ മനുഷ്യന്റെ കാര്യം. ഒരു പൊട്ട് പൊട്ടിയാൽ അതോടെ തീർന്ന് ഗ്യാസ്. പൊട്ടതിന് മുമ്പ് നമ്മള് ലൈഫ് എൻജോയ് ചെയ്യ. പിന്നെ എന്തിനാ നമ്മൾ ജീവിക്കണേ? അല്ല സാറിനൊന്നും മിണ്ടാത്ത. സംസാരിക്കുന്നത് കേൾക്കാൻ എനിക്കിഷ്ടം. യുനോ ദാറ്റ്സ് മൈ വീക്ക്നെസ്. എന്റെ ലൈഫിൽ എനിക്ക് രണ്ട് വീക്കണസാ. ഒന്ന് ഫോട്ടോ എടുക്കലും ഒന്ന് സംസാരിക്കലും. കാണാനുള്ളത് പെമ്പിളരെ കണ്ട ഞാനൊന്ന് ക്ലിക്ക് അടിക്കും. പിന്നെ സ്നേഹമുള്ളവരെ കണ്ട സംസാരിച്ച് കൊല്ലില്ല. അത് വേറെ കേസ്. എന്താ നോക്കണേ? നീ കൊല്ലുവല്ലേ? കൊല്ലില്ല. ഇല്ലോ അത് എന്റെ ഒരു വീക്ക്നെസ്സാ. ജസ്റ്റ് എ മിനിറ്റ്. ഓക്കെ. സാറിന് എന്റെ സ്വഭാവം ശരിക്കും അറിയില്ല. ഫോക്കസ് ആൻഡ് ദെൻ ക്ലിക്ക്. അതാണ് മുസ്തഫ. സാറെന്തേ? സാറടുത്ത് പോയി. അകത്തേക്ക് പോയോ? ആ, പോയി. എന്റെ പഴമങ്ങാടി ഗണപതി, ഞാൻ തട്ടപ്പുറത്ത് കളിക്കാൻ പോവാ. അയക്ക് പേപ്പയോ ഞാൻ ഒരു വഴിതെറ്റിപ്പോയി. എനിക്ക് നിങ്ങളുടെ കാര്യം പോക്കാ. ഞാൻ ഇഷ്ടപ്പെട്ടു. Hands up. Hands up. എന്റെ ഡയാനെ കൊന്നില്ലേ? ഏതാനെ കൊന്നു ഇയാളീ പറയുന്നത്? നീ എന്റെ ഡയാനെ കൊന്നു. അതിന് ഞാൻ എന്ത് വഴി? നിങ്ങൾ കൂട്ടി നിന്നു, ഇവൻ കൊന്നു. പച്ചച്ചാളം. പോവില്ല.
Bloody liar! I will shoot you! ഒക്കെ റെഡി ചേച്ചി. ഒക്കെ റെഡിയായി. എന്നാ വാ, സാറ് കാത്തിരിക്കാ. ഇയാൾ എനിക്ക് നല്ലപോലെ ചേരുമല്ലേ മുസ്തഫ? പിന്നെ നിറം ഇച്ചിരി കുറവാണെന്നേ ഉള്ളൂ, അത് സാരമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. നിറത്തിന്റെ കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി. കൂടൂല കുറയൂല. പിന്നെ എന്തിനു പറയണ്, നിങ്ങ രണ്ടുപേരും കൂടി നടന്നു പോണ കണ്ട കാക്ക തേങ്ങപ്പൂള് കടിച്ച പോലെ ഉണ്ട്. ആഹാ, എന്ത് ഭീകരത. ഏ? അതെ, പെണ്ണ് കാണാൻ ആള് വന്ന വിവരം പുള്ളിക്കാരനെ ഒന്ന് അറിയിക്കണമല്ലോ. ആര്, കുര്യച്ചനോ? ബെസ്റ്റ്. അത് വേണോ? അയ്യോ വേണം, എന്റെ ഒരു വാശിയാണ് മുസ്തഫ. ചേച്ചി വാശിക്ക് മീശ പറഞ്ഞ ഞങ്ങളെ ട്രൗസർ കീറും. കുര്യച്ചായൻ ഇതെങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഉണ്ണിയുടെ കഥ കഴിയും. സാറ് ദാഹിച്ചിരിക്ക. ചേച്ചി ഇപ്പൊ ചെന്നട്ടെ, സാറൊന്ന് കണ്ടട്ടെ. ചേച്ചി ഇപ്പൊ പോയാട്ടെ, ഞാൻ വരട്ടെ. എന്നാ അങ്ങനെ ആട്ടെ. ഇതാര് വാസുവോ? നീ മരിച്ചുപോയെന്നാണല്ലോ ആരോ പറഞ്ഞത്. ഞാനത് വിശ്വസിച്ചില്ല. എന്താ ഈ വഴിക്ക്? ചങ്ക് കലങ്ങിപ്പോന്ന ഒരു വിശേഷം അറിയിക്കാൻ വന്ന. തന്റെ പെണ്ണും പിള്ള ആരുടെങ്കിലും കൂടെ ഒളിച്ചോടിപ്പോയോ? ഒളിച്ചോട്ടമല്ല, കല്യാണാലോചന. തന്റെ ഭാര്യയ്ക്കോ? ഈ പ്രായത്തിലോ? എന്റെ ഭാര്യയ്ക്കല്ല, തന്റെ ഭാര്യയ്ക്ക്. ആ, താൻ ഭാര്യ വീട്ടിലോട്ട് ചെന്ന് നോക്ക്. ഇപ്പൊ അവിടെ പെണ്ണ് കാണല് തകൃതിയായിട്ട് നടക്കുകയാണ്. ബ്രോക്കർമാർ ആരാണെന്ന് അറിയാമോ? ആര്? തന്റെ ശമ്പളം പറ്റുന്ന എന്തിനോമാര് മുയിസ്തഫെ മുഴിഞ്ഞി. എല്ലാത്തിനെയും ഞാൻ കൊല്ലും. കൊന്നില്ലേലും കുഴപ്പമില്ല, നല്ല 4 ചാമ്പ് ചാമ്പിയാ മതി. എന്നാ ഞാൻ ചാമ്പ ഓയ് ചാമ്പ്. ചാമ്പി കൊല്ലും ഞാൻ. ആര് കൊല്ലാൻ? ചേച്ചൊന്ന് പേടിക്കാതിരുന്ന്. കുര്യച്ചനേക്കാളും വലിയ അച്ഛൻ വന്നിട്ടുണ്ടെങ്കിൽ ഈ സാറ് വിചാരിച്ച റോക്കറ്റ് കയറ്റി പറവർപ്പിക്കാൻ പറ്റും. പറ്റൂലേ സാറേ? അങ്ങനെയുള്ളൊരു സാറായി സാറ്. അതുപോട്ടെ, സാറിന് ചേച്ചി ഇഷ്ടായോ? എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കും? ഇഷ്ട. മിസ് വേൾഡ് മത്സരത്തിന് പോയാലും നമ്മുടെ മേരിക്കുട്ടി ചേച്ചി മിസ്സാവില്ല. ഐശ്വര്യയുടെ ചിരിയാണേ. ആ ചിരിക്ക് കൊടുക്കണം 1530 രൂപയും ടാക്സും. സാറിന്റെ ഒരു യോഗേ. ഒന്ന് നോക്കിയേ സാറേ, നോക്ക്. ഇഷ്ടായില്ലേ? ഒന്ന് പറ സാറേ. പറയാറായിട്ടില്ല. പിന്നെ എപ്പോഴാ പറയാ? എനിക്കിഷ്ടപ്പെട്ടു. ഇതൊന്ന് ടേസ്റ്റ് ചെയ്തേ. അതെ, നിങ്ങളെക്കാളും ഒട്ടും മോശക്കാരനല്ല എന്റെ കുരിയച്ചൻ. അലവലാതി. അല്ല, സാറും ഒരു കാര്യത്തിൽ മോശമില്ലെന്ന് പറയായിരുന്നു. തോക്ക് തോക്ക്. നിസ്സാര കാര്യത്തിനാണ് ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞത്. പക്ഷെ പിരിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്കാരനോട് എനിക്ക് എത്രമാത്രം സ്നേഹം ഉണ്ടായിരുന്നെന്ന് ശരിക്കും മനസ്സിലായത്. സാറിതൊക്കെ വെറുതെ പറഞ്ഞാ. ഇവർ രണ്ടാളെ എപ്പ കണ്ടാലും കീരിമ്പമ്പ് പോലെയാ. അത് പിന്നെ അങ്ങേരുടെ ചൊറിയുന്ന വർത്താനം കേൾക്കുമ്പോ എന്റെ നാക്കും ചൊറിയും. അങ്ങോട്ടേന്ന് തോറ്റു കൊടുക്കാനിട്ട് മനസ്സും സമ്മതിക്കുന്നില്ല, അതുകൊണ്ടാ. ഇതൊക്കെ ഇവിടെ ഇപ്പൊ പറയേണ്ട കാര്യമുണ്ടോ ചേച്ചി? താമസിയാണ്ട് ഡൈവേഴ്സ് ആവണ കേസാ. അതല്ലുണ്ണി, പറയുമ്പോ എല്ലാം പറയണം. സാറിനൊന്നും തോന്നരുത്. മറ്റൊരാളുടെ ഭാര്യയാവാൻ ഈ ജന്മം എനിക്ക് പറ്റില്ല. ചേച്ചിക്ക് ഇത് നേരത്തെ ഞങ്ങളോട് പറയാനില്ലേ? എന്തിനാ സമ്മതിച്ചേ? ഞങ്ങളുടെ ഡെഡ് ബോഡി ഭയങ്കര ഇഷ്ടമാണല്ലേ. എന്നെ പെണ്ണ് കാണാൻ ആള് വരുന്നു എന്നറിഞ്ഞാ കുരിയച്ചൻ എന്നെ അന്വേഷിച്ച് ഓടി വരുമല്ലോ എന്ന് കരുതിയ. പെണ്ണ് കാണല് കഴിഞ്ഞോ? നിങ്ങളാണോ കുര്യച്ചൻ? അതെ. സാർ, ചേച്ചി കല്യാണത്തിന് സമ്മതിക്കാത്തോണ്ടാണോ കുര്യച്ചാനെ തല്ലിയത്? ഭർത്താവാന്നും പറഞ്ഞ് നടന്നാ പോരാ, ഭാര്യയുടെ സ്നേഹത്തിന്റെ വില അറിയണം. പറഞ്ഞ് മനസ്സിലായിക്കൂടെ? ബോധം വരുമ്പോ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. അതിന് നിൽക്കണ്ട, നിങ്ങൾ എന്നോട് പറയണം. വേഗം. മുസ്തഫ, ഞാനില്ല. ചേച്ചി ഞാൻ പറഞ്ഞ് മനസ്സിലായിക്കോളാം, നിങ്ങൾ ചെല്ല്. വരാൻ. അലറല്ലേ, കുര്യച്ചാനോ വരും. Bloody idiots. Stupids. അവന്റെ ഒരു ചന്ദനക്കുറവേ. ഇനി എന്നെ ഇങ്ങനെ വിട്ടുവേഷം കിട്ടിച്ചോണ്ടല്ലോ, കൊന്നുകളെ ഞാൻ രണ്ടിനെയും വെടിവെച്ച്. വെടി 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 വെടി. ആര് വിചാരം മാത്രമേ ഉള്ളൂ. അത് നമുക്ക് വകുപ്പുണ്ടാക്കാം. സാറിന്റെ ജാതി തന്നെ ആയിക്കോട്ടെ എന്ന് കരുതിയ ഞാൻ ഇങ്ങനെ ഒരു ഫ്ലാഷ് അടിച്ചത്. പക്ഷെ മേരിക്കുട്ടി ചേച്ചി ഇങ്ങനെ ഒരു പണി പറ്റിക്കുന്നത് ഞങ്ങളാരും സ്വപ്നത്തിൽ കരുതിയതല്ല. സോറി സാർ. അല്ലെങ്കിൽ തന്നെ സെക്കൻഡ് ഹാൻഡ് ഭാര്യ എനിക്ക് ആവശ്യമില്ല. ജാതി മതമൊന്നും എനിക്ക് പ്രശ്നമില്ല. ഞാൻ ഇന്ന് വരെ ഈ കന്യാത്തം നഷ്ടപ്പെടാത്തൊരു പുരുഷനാണ്. കന്യാത്തല്ല, ബ്രഹ്മചര്യം. വിർജിനിറ്റി, അത് ഞാൻ ഉദ്ദേശം മാത്രം പോരാ, പറയണം. കല്യാണം കഴിച്ച് പരിചയമുള്ള ഒരു പെണ്ണാവുമ്പോ എല്ലാ കാര്യങ്ങൾക്കും ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവില്ലോ എന്ന് കരുതിട്ടാ മേരിക്കുട്ടി ചേച്ചിക്ക് എങ്ങനെ ഒരു മുൻഗണന കൊടുത്ത്. സാറിന് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട. സാർ ഏത് ടൈപ്പ് പെണ്ണിനെ ഉദ്ദേശിക്കണേ? ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ലാത്തൊരു പെണ്ണിനെയാണ് എനിക്ക് ആവശ്യം. ഓക്കെ, പക്ഷെ 10-45 വയസ്സുള്ള കന്യകളെ കിട്ടാന്ന് പറഞ്ഞ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എത്ര എത്ര എത്ര? 45, 45. 45? എന്റെ അതിൽ കൂടുതൽ വേണോ? എന്റെ കൂടെ വാദം പിടിച്ചെടുക്കാനുള്ള വൃത്തിയല്ലേ ഞാൻ അന്വേഷിക്കുന്നത്. ഞാൻ വാദം പിടിച്ചെടുക്കുമ്പോൾ ശുശ്രൂഷിക്കാനുള്ള വൃത്തിയാ. വാദം പിടിച്ചെടുക്കുമ്പോൾ ശുശ്രൂഷിക്കാനാണ് ആണുങ്ങൾ പോലെ സാർ. നീ വാദം പിടിച്ചെടുക്കുന്നു? ഇല്ല. മിണ്ടരുത്, പോടാന്ന്. ഒരുമാതിരി വിഡ്ഢികളെടുത്ത് പറഞ്ഞ പോലെ. അതേന്ന് സാറ് ഞാൻ പറയാം, ഒരു 35, താഴോട്ട് വന്ന കുറച്ച് 30, കുറച്ചുകൂടെ താഴോട്ട്. 25, കുറച്ചുകൂടെ. 20. 20 ആകാം. 18 ആയാലും കുഴപ്പമില്ല. എന്നാ പിന്നെ 13 ആകാം. കുറച്ചാൾ ജയിലിലും കിടക്കാം. പീഡനത്തിന് അമേരിക്കന്ന് ഒന്നല്ലേ, റിലാക്സ് ചെയ്തിട്ട് പോകാം. ഇതുപോലെ ഒരു ഉണ്ടം കഴിച്ചു. സാറേ, ഈ 18 വയസ്സ് പറഞ്ഞ സാറിന് കെട്ടാനാണോ? അതെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, വെറുതെ വീട്ടിൽ വളർത്താനാണോന്ന് അറിയാൻ വേണ്ടിട്ടാ.
മനസ്സിരിപ്പ് കൊള്ളാം. എന്റെ സാറേ ഞങ്ങൾ ഇവിടെ ഞങ്ങൾക്ക് വേറെ പണിയുണ്ട്. എടാ നിനക്ക് വേറെ ഒരു പണിയില്ലടാ. എന്താ ഞാൻ 20 വയസ്സായി കെട്ടി കൊള്ളത്തില്ലേ? കൊള്ളും. സാറിന് മാത്രമല്ല ഞങ്ങൾക്കും കൊള്ളും. നാട്ടുകാരെ ഇന്ന് ചേട്ടാ നാട്ടിൽ നടക്കാത്ത കാര്യം നീ പറയുന്നത്. എടാ നിനക്ക് അമേരിക്കയിലെ കാര്യമല്ലോ. അമേരിക്കൻ എന്താ അവിടെ 60-65 വയസ്സുള്ള പുരുഷന്മാർ 20-25 വയസ്സുള്ള പെണ്ണുങ്ങളെ കെട്ടുന്നു. 50 വയസ്സുള്ള സ്ത്രീകൾ 25 വയസ്സുള്ള പുരുഷന്മാരെ കെട്ടുന്നു. എന്റെ സാറേ അത് അമേരിക്ക, ഇത് ഇന്ത്യ. അതൊന്നും നീ പറയൊന്നും വേണ്ട. എന്റെ ബാപ്പ മൂന്നാമത്തെ കെട്ടി കെട്ടിയത് എന്റെ ഇളയ പെങ്ങളേക്കാൾ പ്രായം കുറവുള്ള ഒരു പെണ്ണിയാ. ഇവന്റെ ബാപ്പയെ തല്ലാൻ ആളില്ലാഞ്ഞിട്ട്. ചേകളയ്ക്ക് 2 ഞാൻ പൊട്ടിച്ച. അത് പോട്ടെ, 65 വയസ്സുള്ള അറബികൾ നമ്മുടെ നാട്ടിൽ വന്നിട്ട് 10ഉം 15ഉം വയസ്സുള്ള പെണ്ണുങ്ങളെ കല്യാണം കഴിക്കില്ലേ? എന്നൊരു കാര്യം ചെയ്യ്, നീ അങ്ങോട്ട് കൊണ്ടു കൊടുക്ക്. എന്നെ കിട്ടൊന്നുമില്ല. ഡാ, എന്താ ആണുങ്ങൾ വാക്ക് പറഞ്ഞാൽ പാലിക്കണം. ഞാൻ എന്ത് പറഞ്ഞു? നീ അല്ല പറഞ്ഞ ഞാൻ ഇപ്പോഴും സ്മാർട്ട് ആണെന്ന്. സ്മാർട്ട് എന്ന് പറഞ്ഞ പ്രായം കുറവെന്നർത്ഥം. എടാ ഞാൻ എന്റെ തലമുടി ഡൈ ചെയ്യാറുള്ളൂ, മനസ്സ് ഡൈ ചെയ്യാറില്ല. കാരണം നരച്ചിട്ടില്ല. നീ ഒനാസിനെ പറ്റി കേട്ടിട്ടുണ്ടോ? അനാസിന്ന് കേട്ടിട്ടുണ്ട്. ആ അല്ല ഓ ഈ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരിൽ ഒരാളായിരുന്നു. അതിന് 25 കപ്പലുണ്ടായിരുന്നു സ്വന്തമായിട്ട്. ആയിക്കോട്ടെ. അയാൾ ജാക്കോലിൻ കെനഡിയെ കല്യാണം കഴിക്കുമ്പോ എത്ര വയസ്സെന്നറിയോ? എനിക്കറിയില്ല. 70. ജാക്കോലിൻ കെനഡിക്കോ 32. അങ്ങനെ പറഞ്ഞു കൊടുക്ക് സാറേ. ആ. എടാ ഈ കോയാസിസ് എന്ന് പറഞ്ഞ ഒനാസിസ്. അയാൾക്ക് കപ്പലുണ്ട്. സാറിന് കപ്പലുണ്ടോ? ഇതുവരെ ഇല്ല, ഇനി ഉണ്ടായിക്കോടുന്നില്ല. ഞാൻ പണക്കാരനാ. കപ്പലുണ്ടായാലും പ്ലെയിൻ ഉണ്ടായാലും എന്നെ ഇതിനകത്ത് കൂട്ടണ്ട. ഈ വകുപ്പിന് ഞാനില്ല, എനിക്ക് സമ്മാനവും വേണ്ട. നീ വരേണ്ടി വാടാ ഉണ്ണി. നാറി. രണ്ടെണ്ണത്തിനെ ഏരിയയിൽ കണ്ടുവരുത്. അതിന് കുരേച്ചാൻ കണ്ണടച്ചെന്നാ മതി. പോടാ. ഞങ്ങള് പോവില്ല. ഞങ്ങള് പറയുന്നൊന്ന് വിശ്വസിക്ക് കുരേച്ചായ. വേണ്ട, നിന്നെയൊക്കെ വിശ്വസി ഈ കോലത്തിലായത് പോരെ. എടാ ലോകത്ത് എന്തോരം പെണ്ണുങ്ങളുണ്ടടാ. എന്നിട്ട് എന്റെ ഭാര്യയെ മാത്രമേ നിനക്കൊക്കെ പെണ്ണ് കാണിക്കാൻ കിട്ടിയുള്ളൂ. അതിന് കാണിച്ചല്ലോ, ഒന്നും സംഭവിച്ചില്ലല്ലോ. തക്ക സമയത്ത് ഞാൻ വന്നോണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ നീയൊക്കെ അവളെ കെട്ടിച്ചു വിട്ടേനല്ലടാ. എന്നാ ഞങ്ങളൊരു സത്യം പറയട്ടെ. നീ പറഞ്ഞോടാ. എനിക്ക് ഇനി ഒന്നും കേക്കണ്ട. പൊറ്റേന്റെ മുമ്പിൽ നിന്ന്. അല്ലെങ്കിൽ ഞാൻ വല്ല കണങ്കയും ചെയ്തോളെ. പോടാ. എടാ പോടാ. ഇവിടെ സത്യത്തിന് യാതൊരു വിലയില്ലേ? ഉണ്ടടാ, കിലോയ്ക്ക് 1.25 രൂപ. എത്ര കിലോ വേണം? വേണം, നമുക്കിത് വേണോടാ. ഇത്രയും നാള് നമ്മൾ സേവിച്ചില്ലേ? അതിന് എന്നോട് തന്നെ പറഞ്ഞു. അവിടെ പറ. അതേ മുരുകുട്ടി. എന്താ ഇവിടെ? ഓഹോ, ഇവിടെ എത്തിയോ? എന്തിനാണ് ഇപ്പൊ നിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? എന്റെ പൊന്നേച്ചി, നിങ്ങൾ തമ്മിലുള്ള വഴക്കിന് ഞങ്ങളുടെ ആക്സിൽ എന്തിനു ഓടിക്കണം? കാര്യം എന്നാ? പെണ്ണ് കാണിക്കാൻ ആളെ കൊണ്ടുതന്നെ ഞങ്ങൾ ഇവിടുന്ന് ഡിസ്മിസ് ചെയ്തു. ഇപ്പൊ ഞങ്ങൾ സസ്പെൻസിലാ. ഇനി ഞങ്ങൾ എന്ത് ചെയ്യും? ഓ അത് ശരി. അപ്പൊ എന്നോടുള്ള വാശി തീർത്തതാണല്ലേ? പേടിക്കാനും വേണ്ട, നിങ്ങളുടെ കാര്യം ഞാൻ ശരിയാക്കി തരാം. ഫോട്ടോ എടുത്തും കാർ ഓടിച്ചും തന്നെ ജീവിക്കണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ലല്ലോ. ഇല്ല, നിനക്കുണ്ടോ? ഇല്ല, തിന്നാൻ വേണ്ടി ഞങ്ങൾ വായ തുറക്കാൻ വരെ തയ്യാറാ. എന്നാൽ ആണുങ്ങൾക്ക് ബ്യൂട്ടി പാർലർ തുടങ്ങാൻ പറ്റിയ ഒരു സ്ഥലം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പാ എടാ നിൽക്കാൻ വിളിക്കില്ലേ? ഞാനല്ല. ഓഹോ, ആണുങ്ങളെ വല വീശി പിടിക്കാനുള്ള വീശുകാരെ തപ്പി ഇറങ്ങിയാണല്ലേ? അതിന് ഇവരെ കിട്ടി. അതിന് ഇയാളെ ഇവരെ പിരിച്ചുവിട്ടില്ലേ? ഇവരെ പിരിച്ചുവിടും, തിരിച്ചെടുക്കും. ഇവരുടെ ശിഷ്യന്മാരാ. നിങ്ങൾ കയറി മോളിപ്പോ. സത്യമാണോ കുരേച്ചാൻ പറയുന്നത്? സത്യം സത്യം സത്യം. നിങ്ങൾ എന്റെ മക്കളാണ്. അച്ഛാ. കയറി പോടാ.